ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇത് ലൈവായിട്ട് റെക്കോർഡ് ചെയ്തൊരു വീഡിയോ അല്ല. മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ട്രേഡ്, ഞാൻ എടുത്തൊരു ട്രേഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാനൊരു എടുത്ത ഓർഡറും ഞാനിതിൽ കാണിക്കാം. ഇനി മുതൽ എടുക്കുന്ന ട്രേഡ്സ് ലൈവ് മാർക്കറ്റിൽ തന്നെ അതിൻ്റെ ലോജിക്കും എന്താണ് എൻ്റെ റീസണും എന്താണ് എൻ്റെ റിസ്ക് റിവാർഡും എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ട്രേഡ് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നലെ FOMC മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ FOMC മീറ്റിങ്ങിൻ്റെ എഫക്റ്റ് കൊണ്ട് ഇന്നലെ ഗോൾഡിൽ, അതായത് ഓൾ ടൈം ഹൈ, ആ ഒരു $3700 ആ ഒരു റേഞ്ചിലേക്കൊക്കെ ഓൾ ടൈം ഹൈ അടിക്കുകയും അതുപോലെ നല്ലൊരു വോളറ്റാലിറ്റി ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. അതേപോലെ തന്നെ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് നല്ലൊരു ഗ്യാപ്പിലാണ്. ഓക്കെ, അപ്പോൾ ഗ്യാപ്പ് വരുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, അപ്പോൾ പല ട്രേഡേഴ്സ് ഉണ്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് നേരെ സെല്ല് ചെയ്യുന്ന ആളുകളെ കാണാം. പക്ഷെ അത് വളരെ റിസ്ക്കിയാണ്. വലിയൊരു ന്യൂസിന്റെ എഫക്റ്റിലൊക്കെ നല്ലൊരു ഗ്യാപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ പലരും പലരുടെ സ്ട്രാറ്റജി നോക്കിയിട്ട് വേണം ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, പ്രോപ്പർ റിസ്ക് റിവാർഡൊക്കെ വെച്ചിട്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു സ്ട്രാറ്റജിയിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ നല്ലൊരു ഗ്യാപ്പ് ഡൗണോ, പ്രത്യേകിച്ച് അതൊരു ന്യൂസ് എഫക്റ്റ് കാരണമാണ് വരുന്നതെങ്കിൽ ഒരിക്കലും ഞാനൊരു ഗ്യാപ്പിൽ ഒരിക്കലും ട്രേഡ് ചെയ്യാൻ നിൽക്കില്ല, ട്രേഡ് ചെയ്ത് മാറി നിൽക്കുള്ളൂ. ഓക്കെ, അല്ല പ്രത്യേകിച്ച് ന്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഈ ഒരു ഗ്യാപ്പ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനായിട്ടുള്ള ട്രേഡ്സും കാര്യങ്ങളൊക്കെ നോക്കും. അപ്പൊ ഞാനിന്ന് മാർക്കറ്റ് ഗ്യാപ്പ് കണ്ടപ്പോൾ തന്നെ പിന്നീട് മാർക്കറ്റിൽ വരുന്നത് ഒരു 11 മണി ആ റേഞ്ചിലാണ് മാർക്കറ്റ് നോക്കുന്നത്. ആ ഒരു സമയത്ത് മാർക്കറ്റ് റേഞ്ചിലായിരുന്നു, അതായത് ഈ ഒരു ബോക്സിന്റെ ഉള്ളിലാണ് ആ ഒരു മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, നിഫ്റ്റി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സൈഡ് വേസ് ആയിട്ട്. അപ്പോൾ ഞാൻ ചെയ്തത് ഇവിടെ ഒരു റിമൈൻഡർ സെറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഇവിടെയും ഒരു റിമൈൻഡർ സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ എന്നുള്ളൊരു റൂളായിരുന്നു. അതിനുശേഷം ഒരു 12:35 അതായത് 5 മിനിറ്റിന്റെ ക്യാൻഡിലാണ്. അപ്പൊ ആ ഒരു സമയത്ത് 12:35 അവിടെ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ രണ്ട് തരത്തിൽ നമ്മൾ ട്രേഡ് എടുക്കും. അതായത് ബ്രേക്ക് ഡൗണിൽ റീടെസ്റ്റ്, അതായത് കണ്ടോ ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ വന്നു, അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ഒരു റീടെസ്റ്റിലെ ട്രേഡ് എടുക്കാം. ഓക്കെ, പക്ഷെ അങ്ങനെ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു, അതായത് പ്രീവിയസ് ആയിട്ടുള്ള ഒരു സ്വിംഗ് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലാണ്. ഓക്കെ, നമ്മൾ മാർക്കറ്റിനനുസരിച്ച് ഇപ്പൊ സെയിം സ്ട്രാറ്റജി തന്നെ ഫുൾ ടൈം എല്ലാ മാർക്കറ്റിലും നമ്മൾ അപ്ലൈ ചെയ്യാറില്ല. ഞാൻ എൻ്റെ ഒരു ട്രേഡിംഗ് സ്റ്റൈലാണ് പറയുന്നത്. അതായത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി അത് ഫുൾ ടൈം നമുക്ക് എൻട്രി തരുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസ്ക് റിവാർഡ് വെച്ചിട്ട് പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് ആണ് മാർക്കറ്റിന്റെ മൂവ്മെന്റിനനുസരിച്ച് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു റീടെസ്റ്റ് ട്രേഡ് എന്താ എടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ലൊരു വൈഡ് റേഞ്ച് കാൻഡിലുള്ള ബ്രേക്ക് ഔട്ട് ആണ്. അതിന്റെ റീടെസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്, അതിനുശേഷം നല്ലൊരു മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ റീടെസ്റ്റ് എടുത്താൽ സ്റ്റോപ്പ് ലോസ്, നമ്മൾ സേഫ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്. ഓക്കെ, അപ്പൊ പക്ഷെ ഈ ഒരു റീടെസ്റ്റിലാണ് ട്രേഡ് എടുക്കുന്നതെങ്കിൽ, ഈ ഒരു റീടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ ഒരു സെൽ ട്രേഡ് എന്തായാലും ഞാൻ എക്സിക്യൂട്ട് ചെയ്തതാണ്. അതായത് ഈ ഒരു റേഞ്ചിൽ ഇത് ബ്രേക്ക് ഡൗൺ ആയി കണ്ട പിന്നത്തെ ക്യാൻഡിൽ നേരെ ഇവിടെ റീടെസ്റ്റ് വന്നു. ഓക്കെ, ഇതൊരു സ്റ്റോപ്പ് ലോസ് തൊട്ട് നമുക്ക് മിനിമം ഒരു 1:2 ടാർഗറ്റ്. ഓക്കെ, ഈ ഒരു ലെവലിൽ നമുക്ക് ട്രേഡ് എടുക്കാമായിരുന്നു. അത് കറക്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. നോക്കിയേ, വൈഡ് റേഞ്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് വന്നു, പിറ്റത്തെ ക്യാൻഡിൽ ഇവിടെ എൻട്രി തന്നു, നേരെ ടാർഗറ്റ് അടിച്ചു. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു ട്രേഡ് എടുത്തില്ല? അതായത് ഇവിടെ ഈ ഒരു ബ്രേക്ക് കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. എന്താണ് ഇതിന്റെ ഉള്ളിൽ മൊത്തം ഒരു റേഞ്ചാണ്. ആ ഒരു റേഞ്ചിൽ ട്രേഡ് എടുക്കൽ വളരെ റിസ്ക് ആണ്. ഓക്കെ, അതിനുശേഷം വെയിറ്റ് ചെയ്തു. പിന്നീട് ഞാൻ ആ ഒരു എൻട്രി ഞാൻ 1 മിനിറ്റിൽ കാണിക്കാം. റീടെസ്റ്റ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ട്രേഡ് എടുക്കാറ്. അതുപോലെ തന്നെ പാറ്റേൺ ബ്രേക്ക് ഔട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു ലെവല് ഓർഡർ ബ്ലോക്ക് ടാപ്പിൽ നമ്മൾ ട്രേഡ് എടുക്കാറുണ്ട്. ഓക്കെ, ഇവിടുത്തെ ട്രേഡ് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. അതിനുശേഷം ആസ് പെർ 1 മിനിറ്റ് നമ്മുടെ മൂവിങ് ആവറേജിന്റെ താഴേക്ക് ആ ഒരു റേസ് വന്നു. ഓക്കെ, ആ ബ്രേക്ക് ആവുന്ന സമയത്ത് മൂവിങ് ആവറേജിന്റെ താഴെയാണ് കണ്ട. അതായത് ഈ ബോക്സ് ബ്രേക്ക് ചെയ്യണേലും അത് മുകളിലോട്ട് പോയിട്ടാണ് നമ്മൾ ഈ ഒരു റീടെസ്റ്റ് ലെവലിൽ നിന്ന് എൻ്റെ അടുത്ത് താഴെ വന്നത്.
പക്ഷെ ഇത് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടാണ് റീടെസ്റ്റിലേക്ക് പോകുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കായിരുന്നു. ആ ഒരു നേരത്തെ പറഞ്ഞ ഒരു ലെവൽ സ്റ്റോപ്പ് ലോസ് വെച്ച് നമുക്ക് ട്രേഡ് എടുക്കായിരുന്നു. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ മിസ്സായി. ഓക്കെ, പിന്നീട് നമ്മൾ അടുത്തത് നമുക്ക് പാറ്റേൺസ് ബ്രേക്ക് ഔട്ട് നോക്കാം, അതുപോലെ എന്താ ഓർഡർ ബ്ലോക്സ് നോക്കാം. അപ്പൊ ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് എൻട്രിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ഒരു ഡൗൺ ട്രെൻഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാണിക്കാം. ഇതൊരു ഇത് പുതിയൊരു ലോ അടിച്ചിട്ടില്ല, ബട്ട് പുതിയൊരു ഹൈ അടിച്ചില്ല, പ്രീവിയസ് സ്വിംഗ് അടിച്ചില്ല, വീണ്ടും താഴെ വന്നു. ഓക്കെ, കണ്ട, ഇതൊരു ഇവിടെ താഴെ വന്നു, അപ്പായി, വീണ്ടും താഴെ വന്നു, പുതിയൊരു ലോ അടിച്ചു, വീണ്ടും ഒരു സ്വിംഗ് ഹൈ തന്നു. പക്ഷെ ഇവിടെ ഈ ഒരു ലോ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ഡൗൺ ട്രെൻഡ് ആണ്. പക്ഷെ ഇവിടെ ഒരു ബ്രേക്ക് വന്നില്ല. ഈ പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു ലോനെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഈ ഒരു ഹൈ പ്രീവിയസ് ഹൈനെ ബ്രേക്ക് ചെയ്യായിരുന്നെങ്കിൽ ആ ഒരു ഡൗൺ ട്രെൻഡ് ഇവിടെ നിന്ന് മാറി. പക്ഷെ ഇവിടെ ആ ഒരു ഡൗൺ ട്രെൻഡ് മാറിയില്ല. ഓക്കെ, വീണ്ടും പുതിയൊരു ലോ ആണ് നമുക്ക് തന്നത്. അപ്പൊ എന്താണെന്ന് മനസ്സിലായി, ഇതൊരു ഡൗൺ ട്രെൻഡ് ആണെന്ന് മനസ്സിലായി. പക്ഷെ ഇവിടെ ഇതൊരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഹൈ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ഇതൊരു സെൽ സൈഡിലേക്കുള്ള ഒരു ട്രേഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യില്ല ഇവിടെ. പക്ഷെ ഇത് പ്രീവിയസ് ഹൈനെ ബ്രേക്ക് ചെയ്യാതെ തന്നെ വീണ്ടും പുതിയൊരു ലോ ആണ് തന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് പുതിയൊരു ലോ ആണ് നമുക്കിവിടെ കിട്ടിയത്. ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഓക്കെ, ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. അപ്പൊ അതിനുശേഷം നമുക്ക് ഇവിടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് പറഞ്ഞാൽ ഓക്കെ ഇതാണ് എൻറ്റയർ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, പക്ഷേ ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മ വലിയൊരു ഓർഡർ ബ്ലോക്ക് ഒരിക്കലും നമ്മൾ എടുക്കാറില്ല. ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്നത് നേരെ അതിൻ്റെ ഒരു 50% ലെവൽ. ഓക്കെ, ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ഹാഫ്. ഓക്കെ, ഇതാണ് നമ്മുടെ വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക്. ഓക്കെ, എപ്പോഴും നമ്മൾ റിസ്ക് മാനേജ് ചെയ്യാനായിട്ട്, അതായത് വലിയ ടൈം ഫ്രെയിമിൽ ഇത് നമ്മുടെ മൂവിങ് ആവറേജിന്റെ മുകളിലാണ് വലിയ ടൈം ഫ്രെയിമിൽ. ഓക്കെ, പക്ഷേ നമ്മൾ സ്കാൽപ്പ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ വന്നത്. അപ്പോൾ മൂവിങ് ആവറേജിന് താഴെ എത്തിയിട്ടുണ്ട്, നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ചെയ്തു. ഓരോ ഓർഡർ ബ്ലോക്കിന് നമ്മൾ നേരെ 50% ആക്കി. എന്തുകൊണ്ട്? ആ ഒരു ഓർഡർ ബ്ലോക്കിന്റെ ക്യാൻഡിൽ വളരെയധികം വലുതാണ്. ഓക്കെ, വലിയ ക്യാൻഡിൽ നമ്മൾ ഒരിക്കലും എടുക്കാറില്ല. ആ ഒരു വലിയ ക്യാൻഡിൽ വരുന്ന സമയത്ത് നമ്മൾ നേരെ അതിനെ 50% ആക്കിയിട്ടാണ് ഓർഡർ ബ്ലോക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ നോക്കാം. അതിനുശേഷം നമ്മുടെ പ്ലാൻ എന്താണ്? ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഡയറക്റ്റ് ടാപ്പിൽ നമ്മൾ ഒരിക്കലും ട്രേഡ് എടുക്കില്ല. നമുക്ക് അവിടെ ഒരു ലിക്വിഡിറ്റി ഗ്രാഫ് കിട്ടണം. ഓക്കെ, അവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു ഓർഡർ ബ്ലോക്ക് എടുക്കുകയുള്ളൂ. ആ ഒരു ലിക്വിഡിറ്റി എടുത്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ലിക്വിഡിറ്റി നമ്മളാണ്. നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമ്മളത് ലിക്വിഡേറ്റ് ചെയ്തിട്ടായിരിക്കും ആ ഒരു മൂവ്മെന്റ് കിട്ടുക. അതും ഗ്യാപ്പ് അപ്പിലുള്ള ഒരു ട്രേഡാണ്. നമ്മൾ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കുമ്പോൾ പക്കാ റൂൾസ് ഫോളോ ചെയ്യണം. അതായത് ഇതൊരു ബൈ സൈഡിലേക്കാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ടാപ്പ് ആ ഒരു മൂവ്മെന്റ് നോക്കിയിട്ട് എടുക്കാം. പക്ഷേ ഈ ഒരു കേസിൽ നമുക്ക് ഇത് ഡയറക്റ്റ് ടാപ്പ് എടുക്കാൻ പറ്റില്ല. നമുക്കൊരു ലിക്വിഡിറ്റി കിട്ടണം. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ലിക്വിഡിറ്റി സോൺ കിട്ടി. ഓക്കെ, പക്ഷെ ഈ ഒരു സോണിന് ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏരിയ ആയിട്ട് നല്ലൊരു ഗ്യാപ്പ് ഉണ്ട് ഇവിടെ, ഇല്ലേ? നമ്മുടെ ഈ ഒരു ഏരിയ ആയിട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് മാർക്കറ്റിൽ നടക്കാന്ന്. അതിനുശേഷം മൂവ് ചെയ്തു. ഓക്കെ, ഇവിടെ വീണ്ടും നമുക്കൊരു ലിക്വിഡിറ്റി കിട്ടി. ഓക്കെ, അപ്പൊ രണ്ട് ലിക്വിഡിറ്റി കിട്ടി. ഈ ഒരു ലിക്വിഡിറ്റി സോൺ എന്താണ് കണ്ട, ഇവിടെ വന്നു തിരിച്ച് നല്ലൊരു ബിയറിഷ് ക്യാൻഡിലായിട്ട് താഴെ ഇറങ്ങി. അപ്പൊ ഇവിടെ നമ്മൾക്ക് ഇതിനെ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ്, അപ്പൊ ഈ ഒരു ഇതിന്റെ ആ ഒരു ലെവൽ ഇതിനെ ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലിക്വിഡിറ്റി ഏരിയനെ, ഈ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റിനെ ഇൻഡ്യൂസ് ചെയ്ത് ഈ ഒരു ലെവലിൽ വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും ട്രേഡ് എടുക്കാം. ടാർഗറ്റ് എവിടെ ആയിരിക്കും? പ്രീവിയസ് ലോ. ഓക്കെ, ഈ ഒരു മൂവ്മെന്റിലാണ് വന്നല്ലോ, ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കിയല്ലോ, അതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, അപ്പൊ നമ്മളെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ഈ ഒരു ഇൻഡ്യൂസ്മെന്റിൽ ഈ ഒരു സോണിന്റെ തൊട്ടുമുകളിൽ ഒരു ചെറിയൊരു റേഞ്ച് ഇട്ടിട്ട് നമ്മൾ ആ തൊട്ടുമുകളിലായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരാം.
അതിനുശേഷം നമുക്ക് മാർക്കറ്റ് നേരെ ഈ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റിനെ ഇൻഡ്യൂസ് ചെയ്യാനായി നമുക്ക് ഇവിടെ ഒരു റേഞ്ചിൽ കറക്റ്റ് ഇവിടെ ടാപ്പ് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇവിടെ ഒരു സെൽ ഓർഡർ പ്ലാൻ ചെയ്യാം. അത് സ്റ്റോപ്പ് ലോസ് ആ ഒരു സോണിന്റെ തൊട്ട് മുകളിൽ, ടാർഗറ്റ് ഇത്. അപ്പൊ നമുക്ക് എത്ര റിസ്ക് റിവാർഡ് ഉണ്ട് ഈ ഒരു ട്രേഡില്? 1:6 റിസ്ക് റിവാർഡിന്റെ ട്രേഡ് ആണ്. ഓക്കെ, അതാണ് ഓർഡർ ബ്ലോക്കിൽ നമ്മൾ എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ അതിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസ്ക് റിവാർഡ് വളരെയധികം വലുതായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ടാപ്പ് കിട്ടി. ഈ ടാപ്പിൽ നമ്മൾ ട്രേഡ് എടുത്തു. ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്തു വീണ്ടും ആ ഒരു ലെവലിൽ ടാപ്പ് വന്നു. ഓക്കെ, അപ്പോഴും നമ്മുടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എന്താണ്, നമുക്ക് ഇവിടെ ഒരു മൂവിംഗ് ആവറേജ് ഉണ്ട്. ആ ഒരു മൂവിംഗ് ആവറേജിന്റെ മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൂവിംഗ് ആവറേജ് സ്ട്രാറ്റജി വെച്ചിട്ടും അവിടെ എക്സിറ്റ് ആണ്, ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി വെച്ചിട്ടും അവിടെ എക്സിറ്റ് ആണ്. ഓക്കെ, അതിനുശേഷം നേരെ അത് ടാപ്പ് ചെയ്ത് നേരെ തിരിച്ചു വന്നു. അപ്പൊ ഈ ഒരു ലെവൽ എത്തിയപ്പോൾ എനിക്ക് വേറൊരു കൺഫർമേഷൻ കൂടി കിട്ടി, ഈ ഒരു ഫുൾ ടാർഗറ്റ് വെയിറ്റ് ചെയ്യാനായിട്ട്. എന്തായിരിക്കും അത്? നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ അവിടെ ഫോം ചെയ്തു. ഓക്കെ, ഇവിടെ ഡബിൾ ടോപ്പ് ഇവിടെ വന്ന് നമ്മൾ പാറ്റേൺസ് ട്രേഡിങ് ചെയ്യാം. അപ്പൊ ഈ ഒരു ലെവലിൽ മാർക്കറ്റ് എത്തിയപ്പോൾ ഡബിൾ കോൺഫിഡൻസ് ആണ്. എന്താണ്, ഇത്രയും ഒരു ടാർഗറ്റ് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, നമുക്കൊരു ഡബിൾ ടോപ്പും കൂടി ഇവിടെ കിട്ടി. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് നേരെ വന്നു. ടാർഗറ്റ് ഇതുവരെ അടിച്ചിട്ടില്ല. യെസ്, നമുക്കിവിടെ ടാർഗറ്റ് ടാപ്പ് കിട്ടി. ഓക്കെ, ഇവിടെ വെച്ച് നമ്മ കറക്റ്റ് നമ്മുടെ ടാർഗറ്റ് എന്താണ്, ഈ ഒരു ലോ ആണ് നമ്മുടെ ടാർഗറ്റ്. ഈ ലോ കൊണ്ട് ടാർഗറ്റ് എടുത്തു. നമ്മുടെ ഈ ഒരു മൂവ്മെന്റ് പുതിയൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നതിന്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ലോയാണ് നമ്മൾ ടാർഗറ്റ് വരാം. ഓക്കെ, നമുക്ക് ഇൻഡ്യൂസ്മെന്റ് കിട്ടി. ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് ഇൻഡ്യൂസ് ചെയ്തു. നേരെ അത് ടാർഗറ്റിലേക്ക് വന്നു. എത്ര? 1:6. 1:6.2 ആണ് എക്സാക്ട് നമുക്ക് ഇവിടെ വന്ന റിസ്ക് റിവാർഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രേഡാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഈ ഒരു ട്രേഡ് എൻ്റർ ചെയ്യുന്നത് ഈ ഒരു സോണിലാണ്. ഞാൻ ഓൾറെഡി ഒന്ന് പുറത്തായിരുന്നു. ആ ഒരു സമയത്ത് ഫോണിലാണ് ഞാൻ ഇതിന്റെ അനാലിസിസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു ലെവലിലാണ്, ഈ ഒരു റേഞ്ചിലാണ് ട്രേഡ് എടുത്തത്. ഓക്കെ, അപ്പൊ ആ എടുത്തൊരു ഡീറ്റെയിൽസ് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. ഓക്കെ, അതിനുശേഷം ഇവിടെ നമ്മ കറക്റ്റ് ടാപ്പ് ചെയ്തു. നമ്മുടെ ഒരു അനാലിസിസിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജിയുടെ പവർ എന്ന് വെച്ചാൽ ആ ഒരു ലെവൽ എടുത്തു, തിരിച്ച് റിട്ടേൺ വീണ്ടും പൊന്തി. പക്ഷെ ഇവിടെ ചെന്ന് എക്സിറ്റ് ആയി, നമുക്ക് എന്താണെന്നൊന്നും കണ്ട. പക്ഷെ അതിനുശേഷം മനസ്സിലാക്കണം, കണ്ട കറക്റ്റ് ആ ഒരു ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തു, അതിന്റെ ടാർഗറ്റ് ക്ലിയർ ചെയ്തു. അതിനുശേഷം വീണ്ടും അത് മുകളിലേക്ക് അടിച്ചു കയറി. ഓക്കെ, പക്ഷെ അത് ചെറിയ ടൈം ഫ്രെയിമിൽ ഡൗൺ ആണെങ്കിലും ഞാൻ പറഞ്ഞു ഇവിടെ സെൽ സൈഡ് റിസ്ക് ആണ്. എന്തുകൊണ്ട്? നമ്മുടെ മൂവിംഗ് ആവറേജിന്റെ മുകളിലാണ് ഈ ഒരു ട്രേഡ് നടക്കുന്നത്. ഓക്കെ, വലിയ ടൈം ഫ്രെയിം, നമ്മൾ ഇൻട്രാഡേ ടൈം ഫ്രെയിം ആയിട്ടുള്ള 15 മിനിറ്റും അതുപോലെ തന്നെ 5 മിനിറ്റിലും നോക്കിയാൽ 15 മിനിറ്റിലും നല്ലൊരു ഗ്യാപ്പിലാണ് 5 മിനിറ്റും. ഓക്കെ, അപ്പൊ ഇത് രണ്ടിന്റെ മുകളിലായ സ്ഥിതിക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ ഉള്ളതിനേക്കാൾ ആക്യുറസി കൂടുതൽ വലിയ ടൈം ഫ്രെയിമിലാണ്. അപ്പൊ ആ ഒരു ട്രേഡ് നമ്മൾ കറക്റ്റ് എടുത്തു, ഇവിടെ വെച്ച് എക്സിറ്റ് ചെയ്തു. അതിനുശേഷം നേരെ മൂവിംഗ് ആവറേജിന്റെ ലെവലിൽ ഇവിടെ വേറൊരു റീടെസ്റ്റ്, അത് ഞാനിവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണിച്ചു തരാം. ഗ്യാപ്പ് ഫില്ല് ചെയ്ത ഒരു ട്രേഡും. ഓക്കെ, അപ്പൊ ഇതൊരു ഡിമാൻഡ് സോൺ ആണ്. അതായത് നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു ഇംബാലൻസ് ആണിത് അല്ലെ. അതായത് ഇവിടെ പല ഓർഡേഴ്സ് ഇവിടെ ഉണ്ടാവും. ഇതൊരു ഇംബാലൻസ് ആണ്. ലാസ്റ്റ് ദിവസം ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റ് നടന്ന ഒരു ഏരിയ ആണ്. മൾട്ടിപ്പിൾ ടൈംസ് റിജക്ഷൻ. അതായത് എൻറ്റയർ ഡേ ഇത് ബ്രേക്ക് ചെയ്യാനായിട്ട് നോക്കി. പക്ഷെ ആ ഒരു ബ്രേക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ആ ഒരു ഓൾറെഡി ഈ ഒരു ബ്രേക്ക് ആയിട്ട് തന്നെയാണ് ഇത് ഓപ്പൺ ആയത്. അപ്പോൾ ഇവിടെ ശരിക്ക് എങ്ങനെയായിരിക്കും, ഇവിടെ ഒരു ക്യാൻഡിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ക്യാൻഡിൽ ഇതേപോലുള്ള ഒരു ഫുൾ ബോഡി ക്യാൻഡിൽ ആയിരിക്കൂലേ. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ആയിട്ടുള്ളത് വൈഡ് റേഞ്ച് ക്യാൻഡിൽ ആയിട്ടാണല്ലോ. അപ്പൊ നമ്മുടെ റീടെസ്റ്റ് സ്ട്രാറ്റജി വെച്ചിട്ട് എന്താണ്, ഈ ഒരു ലെവലിൽ റീടെസ്റ്റ്. ഓക്കെ, അപ്പൊ റീടെസ്റ്റ് ട്രേഡ് എടുക്കുന്നതിന് മുമ്പുള്ള കാര്യം എന്താണ്, നമ്മുടെ റിസ്ക് റിവാർഡ് നോക്കണം. നമ്മുടെ റിസ്ക് ഇവിടെ എങ്ങനെയാണ്, ഇതാണ് നമ്മുടെ റിസ്ക്. എന്താണ്
പ്രീവിയസ് സ്വിംഗ്. അപ്പൊ ഈ ഒരു ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റുമോ? എടുക്കാം. എന്താണ് നമ്മളെ റിസ്ക് കുറവാണ്. പക്ഷെ ഇവിടെ എന്താണ് നമ്മൾ എടുക്കുന്നത്? ഈ ഒരു റീടെസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസോട് വലുതാണ്. ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ചെറുതാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് നോക്കാം. അതും കറക്റ്റ് ലിക്വിഡിറ്റി ടാപ്പ് കൂടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് ഇതെല്ലാവർക്കും ഈ ഒരു ട്രേഡ് കിട്ടണമെന്നില്ല. ഇത് ജസ്റ്റ് ഈ ഒരു ലെവലിൽ വന്ന് അപ്പൊ തന്നെ പോയി. ഓക്കെ, ഇതിൽ ട്രേഡ് എടുത്തവര് ഓക്കെ റീടെസ്റ്റ്, പക്ഷെ ജസ്റ്റ് വന്നു. അതും ഈ ഒരു വൈഡ് റേഞ്ച് ക്യാൻഡിൽ വരുമ്പോൾ ഒരിക്കലും ഞാനാണ് ഈ ഒരു ട്രേഡ് ആണെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു ട്രേഡ് എടുക്കൂല. എന്താണ്, നമ്മൾ റീടെസ്റ്റിലേക്ക് വരുന്ന സമയത്ത് സ്ലോ ഡൗൺ ആയിട്ടായിരിക്കണം വരേണ്ടത്. അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു ഇൻഡ്യൂസ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് അത് ഇൻഡ്യൂസ് ചെയ്യണ രീതിയിലായിരിക്കണം വരേണ്ടത്. അപ്പൊ ഇത് വന്നു അപ്പൊ തന്നെ പോയി. അപ്പൊ നമുക്ക് വേറൊരു കാര്യം ഇവിടെ കിട്ടി. ഓക്കെ, ഇത് ഓൾറെഡി ഈ ഒരു ഭാഗം നിങ്ങൾ നോക്കണ്ട. ഇവിടെ എന്താണ്, ഇവിടെ നിന്ന് നമുക്ക് കിട്ടി, ഇവിടെ ഒരു ലിക്വിഡിറ്റി സോൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് നടന്നത് നോക്കാം. നേരെ മാർക്കറ്റ് വന്നു, ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ഓക്കെ, നേരെ മാർക്കറ്റ് വന്നു, ആ ലിക്വിഡിറ്റി നേരെ സ്വീപ്പ് ചെയ്തു. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും എന്റെ എൻട്രി നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഒരു ട്രേഡ് നമ്മുടെ ടാർഗറ്റ് അടിക്കുന്നു. കറക്റ്റ് സമയത്ത് നമ്മുടെ അടുത്ത സ്ട്രാറ്റജിയിൽ പെർഫെക്റ്റ് റിസ്ക് റിവാർഡിൽ നമ്മൾ അടുത്ത ട്രേഡ് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇതിന്റെ ടാർഗറ്റ് നമ്മുടെ പ്രീവിയസ് 2 ടാർഗറ്റ് നമുക്ക് ഒന്ന് ട്രയൽ സ്റ്റോപ്പ് ലോസ് ചെയ്ത് ഈ ഒരു ലെവൽ, ഇത് 1:7 ആണ്. മിനിമം 1:2 ആണ് ഇതിൽ നമ്മുടെ ഒരു ടാർഗറ്റ്. റീടെസ്റ്റിൽ നമ്മൾ മിനിമം 1:2 അല്ലെങ്കിൽ പുതിയൊരു ഹൈ. ഓക്കെ, പക്ഷെ ഇതൊരു വളരെയധികം സൈഡ് വൈസ് ആയിട്ടുള്ള ഒരു ലെവലായ സ്ഥിതിക്ക് നമ്മളെ ഒന്നുകിൽ 1:2 മിനിമം ടാർഗറ്റ്, ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് ആണെങ്കിൽ നേരെ ന്യൂ ഹൈ, അതായത് പ്രീവിയസ് ഹൈ. ന്യൂ ഹൈയിലേക്ക് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്രീവിയസ് ഹൈ ടാർഗറ്റ് എടുക്കും. അത് 1:38 ആണ്. പക്ഷെ നമ്മുടെ 1:2 ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് നോക്കാം. 1:2 പറയുമ്പോൾ ഈ ഒരു റേഞ്ചിലാണ് ടാർഗറ്റ് വരുന്നത്. നോക്കിയാൽ ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. കറക്റ്റ് ഈ ഒരു ലെവലിനെ ഇൻഡ്യൂസ് ചെയ്തു, നേരെ അത് നമ്മളെ സെക്കൻഡ് ടാർഗറ്റ് അടിച്ചു. അപ്പൊ ഈ രണ്ട് എൻട്രീസ് ആണ് നമുക്ക് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ നമ്മൾ എന്തായാലും ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം. അപ്പൊ തുടർന്ന് ഡെയിലി മാർക്കറ്റിലെ അനാലിസിസുകളും കാര്യങ്ങളും ഷെയർ ചെയ്ത് അത് നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്കും പഠിക്കാം. അനാലിസിസ് ചെയ്ത് ഞാനും എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ഒന്നിച്ച് മുന്നേറാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.